ഇറാനും ഇസ്രയേലും തമ്മിലുള്ള നിലവിലെ സംഘർഷം പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള അസ്ഥിരത സൃഷ്ടിച്ചിരിക്കുകയാണ്. സമീപകാലത്ത് നടന്ന മിസൈൽ ആക്രമണങ്ങൾ ഈ സംഘർഷത്തെ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും പരസ്പരം നടത്തുന്ന ആക്രമണങ്ങൾ, അതിന്റെ പ്രത്യാഘാതങ്ങൾ, അന്താരാഷ്ട്ര തലത്തിൽ അത് സൃഷ്ടിക്കുന്ന ആശങ്കകൾ എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ടെൽ-അവീവിലെ അമേരിക്കൻ എംബസി കെട്ടിടത്തിന് നേരിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന വാർത്ത ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ എംബസി കെട്ടിടത്തിന് സമീപം മിസൈൽ പതിച്ചതിനെ തുടർന്നാണ് ഈ കേടുപാടുകൾ സംഭവിച്ചത്. ഭാഗ്യവശാൽ ഈ ആക്രമണത്തിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇസ്രയേലിലെ അമേരിക്കൻ അംബാസഡർ ഈ വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമുള്ളതാണ്. കാരണം അവരുടെ നയതന്ത്ര കാര്യാലയത്തിന് നേരെ ഒരു വിദേശ ശക്തിയുടെ ആക്രമണം ഉണ്ടാകുന്നത് അത്യപൂർവമാണ്. ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ സുരക്ഷാ കാരണങ്ങളാൽ എംബസിയും കോൺസുലേറ്റും അടച്ചിട്ടിരിക്കുകയാണ്. ഇത് മേഖലയിലെ ആശങ്കയുടെ ആഴം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഈ സംഭവം അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ചും നയതന്ത്ര സ്ഥാപനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നയതന്ത്ര കാര്യാലയങ്ങൾ സാധാരണഗതിയിൽ യുദ്ധസമയത്ത് പോലും ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. എന്നിട്ടും ഒരു എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായത് ഈ സംഘർഷം അതിരുകൾ ലംഘിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ഇസ്രയേലിന് വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. മരണപ്പെട്ടവരുടെ എണ്ണം 19 ഉയർന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. ടെൽ-അവീവിലും തുറമുഖ നഗരമായ ഹൈഫയിലും ഇറാൻ കനത്ത ആക്രമണങ്ങളാണ് നടത്തിയത്. ഈ നഗരങ്ങൾ ഇസ്രയേലിന്റെ പ്രധാന ജനവാസ കേന്ദ്രങ്ങളും സാമ്പത്തിക കേന്ദ്രങ്ങളുമാണ്. ഇവിടങ്ങളിലുണ്ടായ ആക്രമണങ്ങൾ ജനജീവിതത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. മധ്യ ഇസ്രയേലിലെ 4 സ്ഥലങ്ങളിൽ മാത്രം 67 പേർക്ക് പരിക്കേറ്റതായി BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ആശുപത്രികളിലും ആരോഗ്യ സംവിധാനങ്ങളിലും വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഹൈഫയിൽ നിരവധി കെട്ടിടങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകരുകയും പലയിടത്തും കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും തീപിടിക്കുകയും ചെയ്തു. തീപിടുത്തങ്ങൾ നിയന്ത്രിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും വലിയ ശ്രമങ്ങൾ ആവശ്യമായും വന്നു. എന്നാൽ ആക്രമണങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഹൈഫയിലെ പവർ പ്ലാന്റിന് നേരെയും ഇറാൻ ആക്രമണം നടത്തി. ഈ ആക്രമണത്തെ തുടർന്ന് മധ്യ ഇസ്രയേലിലെ പവർ ഗ്രിഡിന് തകരാർ സംഭവിച്ചു. ഇസ്രയേൽ ഇലക്ട്രിക് കോർപ്പറേഷൻ ഇത് സ്ഥിരീകരിക്കുകയും വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും അറിയിക്കുകയും ചെയ്തു. വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നത് ജനജീവിതത്തെയും വ്യവസായങ്ങളെയും ദോഷകരമായി ബാധിക്കും. ഇത് ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷിയെ പരീക്ഷിക്കുന്ന നടപടിയായി ഇറാൻ കണക്കാക്കുന്നുണ്ടാവും. ഇസ്രയേൽ തിരിച്ചടിച്ചതിന് പിന്നാലെ ടെഹ്റാനിൽ നിന്നും നിരവധി പേർ പലായനം ചെയ്യുകയാണെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാനിലെ വിവിധയിടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ജനങ്ങൾ നഗരം വിടാൻ ശ്രമിക്കുന്നത്. ഇതൊരു യുദ്ധ സാഹചര്യത്തിന്റെ വ്യക്തമായ സൂചനയാണ്. ജനങ്ങൾ സുരക്ഷിത താവളങ്ങൾ തേടി പലായനം ചെയ്യുന്നത് സാധാരണ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. നഗരത്തിലെ പെട്രോൾ പമ്പുകളിൽ ഇന്ധനം നിറയ്ക്കാൻ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ദൃശ്യമായത്. ഇത് ജനങ്ങൾ ഒരു ദീർഘകാല പ്രതിസന്ധിക്ക് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. അവശ്യ സാധനങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടാകാം. യുദ്ധഭയം ജനങ്ങളിൽ വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറാനിലെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾക്ക് സമീപം താമസിക്കുന്നവരോട് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ നിർദ്ദേശിച്ചിരുന്നു. ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ഇസ്രയേലിന്റെ അടുത്ത ആക്രമണ ലക്ഷ്യങ്ങൾ എന്താണെന്ന് സൂചന നൽകുന്നുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതായി ഇസ്രയേൽ സംശയിക്കുന്ന കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ളവയായിരിക്കാം ഈ ലക്ഷ്യങ്ങൾ. ഇതിന് മറുപടി എന്നോണം ഇസ്രയേലിലെ സൈനിക താവളങ്ങൾക്ക് സമീപം താമസിക്കുന്നവർ ഒഴിഞ്ഞു പോകണമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ഇരുപക്ഷവും പരസ്പരം തങ്ങളുടെ സൈനിക ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നതിന്റെ സൂചനയാണ്. ഈ മുന്നറിയിപ്പുകൾ സാധാരണ ജനങ്ങളിൽ കൂടുതൽ ഭയം നിറയ്ക്കുന്നുണ്ട്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട്. അതേസമയം പലസ്തീൻ വിഷയത്തിലും സിറിയ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക വിഷയങ്ങളിലും ഇസ്രയേലിന്റെ നിലപാടുകൾക്കെതിരെ ഇറാൻ ശക്തമായി രംഗത്തുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ ഇസ്രയേൽ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കാണുന്നുണ്ട്. സമീപകാലത്ത് സിറിയയിലെ ഇറാനിയൻ നയതന്ത്ര കാര്യാലയത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നും ഇറാൻ ആരോപിച്ചിരുന്നു.
ഈ ആക്രമണത്തിൽ ഇറാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതാണ് ഇപ്പോഴത്തെ മിസൈൽ ആക്രമണങ്ങൾക്ക് പ്രധാന കാരണം. ഇറാൻ ഇതിനെ ഒരു പ്രതികാര നടപടിയായിട്ടാണ് കാണുന്നത്.